ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായും അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ സമയം ഒട്ടും കളയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് കേട്ടോ. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ഏതാണ്ട് 1 കിലോഗ്രാം ഉണ്ടാവും. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? PPLO ആണ്. PPLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണ് കേട്ടോ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, അല്ലെങ്കിൽ നമ്മൾ മൈക്രോപ്ലാസ്മ എന്നും പറയും. കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതാരാണ്? റോബർട്ട് ഹുക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജമാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? ഈഡിസ് കൊതുകാണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? തലച്ചോറാണ് കേട്ടോ. ജലദോഷത്തിന് കാരണമായ രോഗകാരി വൈറസാണ്. നെക്സ്റ്റ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണ്. ഓർത്ത് വയ്ക്കുക, റിലേ സ്റ്റേഷൻ തലാമസ്. മസ്തിഷ്കത്തിന് വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്രയാണ്? 8 വയസ്സാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡി. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തെ എന്താണ് പറയുന്നത്? സിസ്റ്റോളിക് പ്രഷറാണ് കേട്ടോ. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എന്താണ്? ഡയസ്റ്റോളിക് പ്രഷറാണ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mm/Hg ആണ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80 mm/Hg. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയയാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? രക്തസമ്മർദ്ദം. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുളയാണ് കേട്ടോ. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ് കേട്ടോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനായി സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ് കേട്ടോ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനായി സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണ്? കേസീൻ ആണ്. അതുപോലെ തന്നെ പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 അല്ലെങ്കിൽ ജീവകം B12 ആണ്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. താപത്തിൻ്റെ യൂണിറ്റ് എന്താ? അതും ജൂള് തന്നെ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ് കേട്ടോ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത സൂചിപ്പിക്കുന്ന എന്താണ്? സൂപ്പർസോണിക് ആണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി ആണെങ്കിലോ 5 ഇരട്ടി വേഗത സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ശബ്ദത്തിൻ്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് അഥവാ ഇൻഫ്രാസോണിക്. നെക്സ്റ്റ് നോക്കാം. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാക്കുന്ന പ്രതിഫലനത്തിന് നമ്മൾ എന്താ പറയുന്നത്? അനുരണനം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് റീവർബറേഷൻ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമായിട്ടുള്ള ശബ്ദ പ്രതിഭാസം ഏതാണ്? അനുനാദം. അപ്പോൾ അനുരണനവും അനുനാദവും തിരിഞ്ഞു പോകരുത്. അനുരണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവർബറേഷൻ ആണ്. അനുനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസണൻസ് ആണ്. 1 മാക് നമ്പർ എന്ന് പറയുന്നത് 340 m/s ആണ്. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിൻ്റെ കാരണം എന്താണ്? സോണിക് ബൂമാണ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക് നമ്പർ. നെക്സ്റ്റ് നോക്കാം. നായ്ക്കളുടെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? ഗാൾട്ടൺ വിസിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടത്തെ നമ്മൾ എന്താ പറയുന്നത്? ബാസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഉയർന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടത്തിന് എന്താ പറയുന്നത്? ട്രബിൾ. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? ടാക്കോമീറ്റർ ആണ്. വർത്തുള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം എന്താണ്? അഭികേന്ദ്ര ബലമാണ് കേട്ടോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0 ആണ് കേട്ടോ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? 9.8 m/s² ആണ്. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ് കേട്ടോ. 1 വാട്ട്-അവർ എന്ന് പറയുന്നത് 3600 ജൂൾസ് ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗ് ആണ്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്.
ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ്. കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ ആണ് കേട്ടോ. വിൻഡ് വെയിൻ ആണ് കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ഏതാണ്? മെർക്കുറി. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ എന്താ പറയുന്നത്? കൊഹിഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ എന്താ പറയുന്നത്? അഡീഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. വ്യത്യസ്ത ഇനമാണെങ്കിൽ അഡീഷൻ, ഒരേ ഇനമാണെങ്കിൽ കൊഹിഷൻ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയെ നമ്മൾ എന്താ പറയുന്നത്? ഉത്പതനം എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സബ്ലിമേഷൻ എന്ന് പറയും. ആൻറ്റിമണിയുടെ ലാറ്റിൻ പേരെന്താണ്? സ്റ്റിബിനമാണ്. ഓക്സിജൻ, സോഡ വാട്ടർ എന്നിവ കണ്ടെത്തിയതാരാണ്? ജോസഫ് പ്രീസ്ലി. ഹിപ്നോട്ടിസത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റൂറിക് ആസിഡ് ആണ് കേട്ടോ. ഹിപ്നോട്ടിസത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റൂറിക് ആസിഡ്. ഫയർ വർക്കുകളിൽ പച്ച കളർ ലഭിക്കാൻ ചേർക്കേണ്ട ലവണം ഏതാണ്? ബേരിയം ലവണമാണ്. പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബേരിയം ലവണമാണ് ചേർക്കേണ്ടത്. സാധാരണ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ എത്ര ശതമാനം കാണപ്പെടുന്നു? 21%. നെക്സ്റ്റ് നോക്കാം. ആറ്റം തിയറി മുന്നോട്ട് വെച്ചതാരാണ്? ജോൺ ഡാൽട്ടൺ. ആഗോള താപനത്തിന് കാരണമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? മീത്തൈൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. റേഡിയേഷൻ അളക്കുന്ന ഉപകരണം ഏതാണ്? ഗീഗർ മ്യൂളർ കൗണ്ടറാണ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീത്തൈൽ ഐസോസൈനേറ്റ്. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചതാരാണ്? കാൾ ഷീലയാണ് കേട്ടോ. ക്ലോറിൻ വാതകം കാൾ ഷീലെ. നൈട്രിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അക്വാ ഫോർട്ടിസ്. നെക്സ്റ്റ് നോക്കാം. ഏത് തരം സ്റ്റീലാണ് ബ്ലേഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീലാണ് കേട്ടോ. ഏത് തരം സ്റ്റീലാണ് ബ്ലേഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീലാണ്. സാൽ അമോണിയക് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? സാൽ അമോണിയക് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലി ഏതാണ്? ടൈൻ ആണ് കേട്ടോ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലി ഏതാണ്? ടൈൻ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ എന്താ വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്നാണ് പറയുന്നത്. അവഗഡ്രോ നമ്പർ എത്രയാണ്? 6.023 × 10⁻23 ആണ്. അവഗഡ്രോ നമ്പർ 6.023 × 10⁻23. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബെൻസൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ. കണ്ണീർ വാതകം ബെൻസൈൽ ക്ലോറൈഡ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? സൾഫർ ആണ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? സൾഫർ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹ സങ്കരം ഏതാണ്? ഓടാണ്, അതായത് ബ്രോൺസ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഉപലോഹങ്ങളെന്നും തരംതിരിച്ചാരാണ്? ലവോയ്സിയർ ആണ്. സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്? ഡി ബ്ലോക്കിലാണ് സംക്രമണ മൂലകങ്ങൾ. ടങ്സ്റ്റൺ ൻ്റെ സിമ്പൽ എന്താണ്? W, അതായത് വോൾഫ്രാം. നെക്സ്റ്റ് നോക്കാം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? പ്ലാറ്റിനമാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? മെർക്കുറി. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിപ്പിക്കുന്ന നിറം എന്താണ്? നീലയാണ് കേട്ടോ. തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാ? തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ് ആണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാഷ്യവും. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം ഏതാണ്? നിഹോണിയം. ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയം. ആറ്റത്തിലെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നത്? കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നത്? കുറയുന്നു. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം ആണ് കേട്ടോ. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാ? ലിഥിയം ആണ് കേട്ടോ. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയം. മിൽക്ക് ഓഫ് മെഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ആസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണേറ്റ് ആയിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ സ്വതന്ത്രമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്നത് ഹൈഡ്രജൻ. കാലാവസ്ഥാ പഠനത്തിനായുള്ള ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഹീലിയമാണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സമയം വാല്യുബിൾ ആയതുകൊണ്ട് വേഗം തന്നെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.